അൽഷാം മീഡിയയിലേക്ക് സ്വാഗതം. പാവർട്ടി സ്കൂളിൻ്റെ മുന്നിൽ സ്കൂൾ ടൈമിൽ 9:30 അനുഭവപ്പെടുന്ന ട്രാഫിക് ബ്ലോക്കാണ് നിങ്ങളുടെ ഈ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പാവർട്ടി സ്കൂളിൻ്റെതോ അതല്ലെങ്കിൽ പാവർട്ടി ഹോസ്പിറ്റലിൻ്റെതോ ഏതോ ഒരു മതിൽ അത് കയ്യേറ്റമാണെന്നാണ് പറയപ്പെടുന്നത്. 1905 സ്ഥാപിച്ച പാവർട്ടി സ്കൂളിൻ്റെ മതിലാണോ, അതായത് 2006 സ്പെഷ്യൽ അഫിഡവിറ്റ് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ഹോസ്പിറ്റൽ മതിലാണോ വില്ലനെന്ന് സംവിധാനമാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിരുന്നാലും ഈ ട്രാഫിക് ബ്ലോക്ക് മൂലം നമ്മുടെ ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടോടൊപ്പം തന്നെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ബുദ്ധിമുട്ടോടൊപ്പം തന്നെയാണ് ക്രമസമാധാനം പാലിച്ച് എന്തെങ്കിലും എമർജൻസി വന്നാൽ അതിൻ്റെ ആക്ഷൻ എടുക്കേണ്ട ക്രമസമാധാന പാലകരായ പോലീസ് ഓഫീസർമാർ അവരുടെ ഡ്യൂട്ടിയെല്ലാം അവിടെ നിന്നുള്ളത് മാറ്റിവെച്ച് സ്കൂളിലെ കുട്ടികൾക്കും അവിടുത്തെ യാത്രക്കാരുടെ ദുരിതങ്ങൾ മാറ്റുന്നതിന് വേണ്ടി പൊരുവെയിലത്ത് ട്രാഫിക് നിയന്ത്രിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമെന്ന നിലയ്ക്ക് റോഡിന് വീതി കൂട്ടി കാനയിൽ സ്ലാബ് ഇട്ട് കഴിഞ്ഞാൽ കുട്ടികളുടെ സുരക്ഷയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ട്രാഫിക് ബ്ലോക്കുകളും മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ ഈ ആരാണ് കയ്യേറ്റം നടത്തിയതെങ്കിൽ അവർ തന്നെ അത് പുനർചിന്തനം നടത്തി അത് സ്വമേധയാ പൊളിച്ചു കളയുന്നതാണ് ജനങ്ങൾക്കും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്കും നല്ലത്. കോടതി ഇടപെടലോ മറ്റൊരു ഓർഡർ വന്നിട്ട് ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസ്യതയാണ് അത് കളങ്കപ്പെടുത്തുന്നതെന്ന് മനസ്സിലാക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. മാത്രമല്ല, ഈ ഭാഗത്ത് മഴ പെയ്തു കഴിഞ്ഞാൽ വളരെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെടുന്നത്. അത് കോവന്തിയിലെ പ്രിയോരച്ചൻ 2022 നടന്ന ഒരു കള്ള സർവേ ആണെന്ന് അവർ പറയപ്പെടുന്നു. ആ സർവേയിൽ ചില ആളുകളുടെ ഇടപെടൽ മൂലം അതിന് മുമ്പുള്ള സർവേകളിലെല്ലാം 2022 മുമ്പുള്ള സർവേകളിലെല്ലാം തന്നെ റോഡിൻ്റെ പടിഞ്ഞാറ് വശത്താണ് കയ്യേറ്റങ്ങൾ കണ്ടെത്തിയതെങ്കിൽ ഇപ്പോൾ പ്രത്യേക സാഹചര്യത്തിൽ അത് ഇപ്പോൾ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് മാറിയതിൻ്റെ ഭാഗമായിട്ടാണ് അച്ഛനെ കയ്യേറ്റക്കാരൻ നിലക്ക് PWD നോട്ടീസ് നൽകിയത്. അതിനെതിരെ അച്ഛൻ ബഹുമാനപ്പെട്ട മുനിസിപ്പൽ കോടതിയെ സമീപിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിൽക്കുകയും അതുപോലെ തന്നെ കടകളിലേക്ക് വെള്ളം കയറുകയും സ്കൂളിൽ പോകുന്ന റോഡുകളിൽ ഇത്തരത്തിലുള്ള പുഴ പോലെ വെള്ളം ഒഴുകുകയും നാട്ടുകാർക്കും അതുപോലെ തന്നെ കച്ചവടക്കാർക്കും ദുരിതം അനുഭവിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ളത്. 2006 കെട്ടിയിട്ടുള്ള പാവർട്ടി ഹോസ്പിറ്റലിലെ മതിലാണ് വില്ലൻ എന്നാണ് പൊതുവേ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എല്ലാ ആളുകളുടെയും അഭിപ്രായം. അന്നത്തെ ഉദ്യോഗസ്ഥരിൽപ്പെട്ട പലരും ഇന്ന് പഞ്ചായത്ത് സെക്രട്ടറിമാരായും ഹൈക്കോടതി വക്കീലന്മാരായും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അത് കണ്ടുപിടിക്കാനും സർക്കാരിന് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ വെള്ളക്കെട്ടിൻ്റെ വിഷയം നമ്മൾ അധികൃതരുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനൊരു സ്കൂൾ കുട്ടികളുടെയും അതുപോലെ തന്നെ ഇതിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെയും സുരക്ഷ മുൻനിർത്തിക്കൊണ്ട് നമ്മളത് വീഡിയോയിൽ റിവീൽ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് രാത്രി പൊക്ലൈനർ ഉപയോഗിച്ച് ആ കാനയിലുള്ള മാലിന്യങ്ങളെല്ലാം റോഡിൻ്റെ സൈഡിലേക്ക് കയറ്റി വയ്ക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് കൂടുതൽ അപകടം ക്ഷണിച്ചു വരുന്നുവെന്ന് മാത്രമല്ല, അത് വെള്ളക്കെട്ടുണ്ടാകുന്ന സമയത്തിൽ നേരത്തെ കണ്ട വീഡിയോയിൽ വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. വെള്ളം കെട്ടിക്കിടക്കുന്ന സമയത്ത് കാന ഏതാണ് അതുപോലെ തന്നെ റോഡ് ഏതാണെന്ന് മനസ്സിലാക്കാത്ത പിഞ്ചുകുട്ടികൾ, അതാദ്യമായിട്ട് സ്കൂളിൽ വരുന്ന കുട്ടികളും അതിലുണ്ടാവും. സൈക്കിളിലൊക്കെ വരുന്ന കുട്ടികളാണെങ്കിൽ അവർ അതിൽ വലിയ വാഹനങ്ങൾ വരുമ്പോൾ സൈഡിലേക്ക് സൈക്കിൾ ചവിട്ടിയിട്ട് ഈ കിടക്കുന്ന കല്ലുകളിലും അതുപോലെ തന്നെ ഈ കാനകളിലോ വീണ് പരിക്ക് പറ്റാനുള്ള അവസ്ഥയുണ്ട്. അപ്പോൾ കുട്ടികളുടെ വിഷയത്തിൽ വളരെ ജാഗരൂകരായിട്ട് അവരെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾ അവരെ വളരെയധികം ശ്രദ്ധിച്ച് ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുത്ത് പറഞ്ഞേക്കണമെന്ന് നമ്മുടെ വീഡിയോയിൽ മുൻപത്തെ വീഡിയോയിൽ നമ്മളത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. എന്നാൽ ഈ പരിഹാരത്തിന് ഈ റോഡ് വീതി കൂട്ടി ഏതാണോ വിവാദ മതിൽ എങ്കിൽ ആ വിവാദ മതിൽ പൊളിച്ചു കളഞ്ഞ് ഈ ഭാഗത്ത് വീതി കൂട്ടി കാന നിർമ്മിച്ച് സ്ലാബ് ഇട്ടാലല്ലാതെ ഈ വിദ്യാർത്ഥികളുടെയും ഈ ജനങ്ങളുടെയും ദുരിതം ഒരു കാലത്തും അവസാനിക്കാൻ പോകുന്നില്ല. എന്നിരുന്നാലും ഈ വിഷയങ്ങളെല്ലാം നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും അതുപോലെ തന്നെ MLAയുടെയും AEയുടെയും പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സ്കൂൾ അങ്കണത്തിൽ സ്കൂളിൻ്റെ വളപ്പിൻ്റെ ഉള്ളിൽ കാന നിർമ്മിച്ച് മതിൽ കെട്ടിക്കൊടുക്കാമെന്നാണ് PWD പറഞ്ഞിട്ടുള്ളത്. PWDയുടെ ഫണ്ട് ഉപയോഗിച്ച് എത്തരത്തിൽ മതിൽ കെട്ടാൻ സാധിക്കുമെന്നത് വലിയ ഒരു നിയമ പ്രശ്നമാണ്. എന്നാൽ പാവർട്ടിയിലെ സ്കൂളിലെ മാനേജറായിട്ടുള്ള പ്രിയോരച്ചന് PWD കൊടുത്തിട്ടുള്ള വാക്ക് അവർക്കവിടെ കാന പണിതിന് ശേഷം ഈ നിലവിലുള്ള മതിൽ പൊളിച്ചു കളയുകയും അതിന് പകരമായി അവർക്കവിടെ മതിൽ നിർമ്മിച്ച് നൽകാമെന്നാണ് പ്രിയോരച്ചന് PWD അധികൃതർ നൽകിയിട്ടുള്ള വാക്ക്. ഇത് മൂന്നാമത്തെ തവണയാണ് മണലൂരിൻ്റെ പ്രിയങ്കരനായ MLA വിഷയത്തിൽ ഇടപെടുന്നത്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ വളരെയധികം അദ്ദേഹത്തിനെ പ്രശംസിക്കേണ്ടതാണ്. പക്ഷേ ഇതിൽ ആരോപണം ജനങ്ങളുടെ ഇടയിലുള്ള സംശയം വരുന്നത് അത് ചില രാഷ്ട്രീയക്കാരെയും ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിച്ച ചില ആളുകളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിരന്തരമായി പ്രിയോരച്ചനെ സമീപിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ യഥാർത്ഥ
കയ്യേറ്റക്കാരായിട്ടുള്ള പാവറട്ടി ഹോസ്പിറ്റൽ അധികൃതരെ സംരക്ഷിക്കാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ന്യായമായൊരു ചോദ്യം ജനങ്ങളുടെ ഇടയിൽ ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന് അളന്നിട്ടിട്ടുള്ള ഉള്ളിൽ 3 ലെയറിലായിട്ട് കയർ കെട്ടിയിട്ട് അളന്നിട്ടിരിക്കുന്ന ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിൽ ലാസ്റ്റത്തെ ലെയറിൽ വരുന്നത് സ്കൂളിന് അവർ കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞ മതിലിൻ്റെ ഭാഗങ്ങളും മറ്റത് കാനയുണ്ടാക്കുന്നതുമാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗം പണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡായിരുന്നു. അത് ഇവിടെ വരുന്ന രോഗികൾക്ക് പോകുന്നതിനുള്ള സൗകര്യവും അതുപോലെ തന്നെ പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഒരു വരുമാന മാർഗവുമായിരുന്നു. എന്നാൽ അടുത്ത കാലത്ത് അവിടെ ഹോസ്പിറ്റൽ അധികൃതർ മതിൽ കയ്യേറിയതുപോലെ തന്നെ ആ സ്ഥലവും കയ്യേറിയിട്ട് ബോർഡുകൾ സ്ഥാപിക്കുകയും അവിടെ അവരുടെ സ്ഥലമാണെന്നുള്ള PWയുടെ സ്ഥലം അവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെടികളും പൂന്തോട്ടവും ഒരുക്കുന്ന തിരക്കിലാണ് അധികൃതർ. അപ്പോൾ റോഡിലേക്ക് ഇറക്കിയാണ് പാവപ്പെട്ട ഓട്ടോറിക്ഷ തൊഴിലാളികൾ വാഹനം പാർക്ക് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഇന്ന് കുടുംബങ്ങൾ കുടുംബം കഴിഞ്ഞു പോകാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കണം. അവിടെ ഒരു 4-5 ഓട്ടോറിക്ഷകൾ കിടന്നുകൊണ്ട് ആർക്കും യാതൊരു കോട്ടവും വരുന്നില്ല. അവിടെ ട്രാഫിക് ബ്ലോക്കും ഉണ്ടാകുന്നില്ല. ആളുകൾക്ക് പോകാനായിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന രോഗികളുടെ ബന്ധുക്കൾക്കുമെല്ലാം പോകാനുള്ള സൗകര്യമാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പാരപണിയാതെ മറ്റുള്ളവരെയും കൂടി നമ്മളെപ്പോലെ ജീവിക്കാൻ അനുവദിക്കണം എന്ന വ്യക്തമായൊരു സന്ദേശമാണ് ഇതിലൂടെ നമ്മൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. അത് കയ്യേറ്റം, അത് എത്ര വലിയ ഉന്നതനാണെങ്കിലും എത്ര വലിയ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ നേതാക്കന്മാരാണെങ്കിലും കയ്യേറ്റം തന്നെയാണ്. അതിന് പ്രത്യേകമായിട്ടുള്ളൊരു മതത്തിൻ്റെ സർട്ടിഫിക്കറ്റോ പേരോ ചാർത്തി കൊടുക്കേണ്ടതില്ല. അത് ഹിന്ദു കയ്യേറ്റമായാലും മുസ്ലിം കയ്യേറ്റമായാലും അത് ക്രിസ്ത്യൻ കയ്യേറ്റമായാലും കയ്യേറ്റമാണ്. അതിന് വ്യക്തമായ ജാതി പറഞ്ഞ് നിങ്ങൾ അതിൽ വോട്ട് ബാങ്കിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കരുത്. ജനങ്ങൾക്ക് വേണ്ടി ഈ അച്ഛൻ ചെയ്തതുപോലെ CMAയിലെ അച്ഛൻ കുട്ടികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും വേണ്ടി കയ്യേറ്റക്കാരനല്ലാതിരുന്നിട്ട് പോലും അത് വിട്ടുകൊടുക്കാൻ തയ്യാറായ നല്ല മനസ്സിനെ പാവട്ടിക്കാർക്ക് വേണ്ടിയും അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടിയും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇതുപോലെ തന്നെ എതിർവശത്ത് അനധികൃതമായി കിട്ടിയ ആളുകളും ഇത്തരത്തിൽ ചിന്തിക്കണം. നിങ്ങളൊരു സേവനമാണ് ചെയ്യുന്നത്. ആ സേവനത്തിൻ്റെ കൂടെ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളും കൂടി ചെയ്യണം.